ഞാൻ ഡോക്ടർ ഗിരിജ, പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കൗമാരപ്രായക്കാരുടെ പ്രശ്നങ്ങളും അതിനുള്ള ചില പരിഹാരങ്ങളുമാണ്. കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള വഴിയിലെ ഒരു പ്രധാന ഇടത്താവളമാണ് ഈ കൗമാരപ്രായം. അത് കുട്ടിയല്ല എന്നാൽ ചെറിയ കുട്ടിയല്ല, പക്ഷേ വളർന്നു മുതിർന്നവനായിട്ടുമില്ല. ഇവർക്ക് ശാരീരികമായ വളർച്ചകളുടെ പ്രത്യേകതകൾ കൊണ്ടും ജീവശാസ്ത്രപരമായ വ്യതിയാനങ്ങൾ കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഈ കൗമാരപ്രായക്കാലം. ഇത്രയധികം വ്യതിയാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മാനസികമായി സംഘർഷങ്ങളും ധാരാളം വരുന്നുണ്ട്. ഇത്തരം എല്ലാം നമ്മൾക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും കുട്ടികൾക്കത് വലിയ പ്രശ്നങ്ങൾ തന്നെ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് അല്ലാതുള്ള ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ചെറിയ ഒരു കാര്യമായ മുഖക്കുരു വളർച്ച എന്നതിൽ തുടങ്ങി ചിലപ്പോൾ വലിയ വലിയ ഗഹനമായ പ്രശ്നങ്ങളിലേക്കായിരിക്കും ചിലപ്പോൾ അവരുടെ മനസ്സ് പോകുന്നത്. ഇതിനെല്ലാം അവർക്ക് വേണ്ട ഒരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കേണ്ടത് സമൂഹം മൊത്തമായിട്ടാണ്. അവരുടെ കുടുംബത്തിൽ വേണം ഇതിനുള്ള പരിഹാരം കാണുന്നതിനും ഉള്ള ആൾക്കാർ, അതുപോലെ സ്കൂളിൽ വേണം, സമൂഹത്തിൽ മൊത്തം വേണം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ആശുപത്രികളിൽ ഇതിനുള്ള സൗകര്യമുണ്ടായിരിക്കണം. ഇവരോട് ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുവാനും കഴിയുമെങ്കിൽ ഉപദേശങ്ങൾ വഴിയും അല്ലെങ്കിൽ മരുന്നുകൾ വഴിയോ മറ്റു പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചും അവരെ സമാധാനിപ്പിക്കേണ്ടത് സമൂഹത്തിൻ്റെ മൊത്തം ചുമതലയാണ്. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കൗമാരപ്രായത്തിലെ പെൺകുട്ടികളിലേക്ക് ഞാൻ വരട്ടെ. പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ എല്ലാം തുടങ്ങുന്നത് ആർത്തവം എന്ന വ്യതിയാനത്തോടു കൂടിയാണ്. സാധാരണഗതിയിൽ ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ഒരു 10 വയസ്സിൽ സ്തനവളർച്ച എന്ന വ്യത്യാസത്തിലാണ് ഇവർക്ക് ശാരീരികമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായ വളർച്ചയോടൊപ്പമുള്ള മറ്റു മാറ്റങ്ങൾ തുടങ്ങുന്നത്. ഇത് ഏതാണ്ട് ഒരു 10 മുതൽ 13 വയസ്സ് വരെയുള്ള സമയത്താണ് സ്തനവളർച്ച തുടങ്ങുന്നത്. അതിനുശേഷം ഒരു അധികമായ രോമവളർച്ച എന്ന അവസ്ഥയിലേക്ക് വരാറുണ്ട്. കക്ഷത്തിലും ഗുഹ്യഭാഗങ്ങളിലും അധികമായ രോമവളർച്ച ഉണ്ടാവാം. അതും കഴിഞ്ഞതിന് ശേഷമാണ് ആർത്തവചക്രം തുടങ്ങുന്നത്. ഏതാണ്ട് പറഞ്ഞാൽ 10 വയസ്സിൽ സ്തനവളർച്ച തുടങ്ങിയാൽ ഒരു 3-4 വർഷത്തിന് ശേഷം ആർത്തവം ആരംഭിക്കും. ഇതൊരു കൃത്യമായ സമയമല്ല, ഇതിന് വ്യത്യാസങ്ങൾ വരാം. ഇനി ആർത്തവം തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ അധികം പ്രശ്നങ്ങൾ അവർക്ക് തോന്നാറുണ്ട്. അതിൻ്റെ കാലയളവിലുള്ള വ്യത്യാസം സാധാരണഗതിയിൽ ഒരു ആവറേജായിട്ട് പറഞ്ഞാൽ 24 മുതൽ 34 ദിവസം വരെയുള്ള ദിവസങ്ങൾ ഇടവിട്ടായിരിക്കാം ആർത്തവം വരുന്നത്. പക്ഷേ ഇത് നമ്മൾ ഗൗരവത്തിലെടുക്കുന്ന 21 ദിവസത്തിലും താഴെയുള്ള കാലയളവിൽ വന്നാൽ, അതായത് 20 ദിവസം കൂടുമ്പോഴൊക്കെ മെൻസസ് വന്നുകൊണ്ടിരിക്കുക, ഇത് കുറച്ച് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതേപോലെ 45 ദിവസം കഴിഞ്ഞ് വന്നാൽ ചെറിയ തോതിൽ താമസം വന്നു എന്ന രീതിയിലും 90 ദിവസത്തിലും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ കുറച്ച് പ്രാധാന്യമുള്ള രീതിയിൽ കാലതാമസമായിട്ടാണ് കാണുന്നത്. അതേപോലെ മറ്റു ചില വിഷമങ്ങളാണ് മെൻസസ് സമയത്ത്, ആർത്തവത്തിൻ്റെ സമയത്തുള്ള വേദന പോലുള്ള കാര്യങ്ങൾ. ഈ വേദനകൾ സ്വാഭാവികമാണ്, ഫിസിയോളജിക്കലാണ്. ഇത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. അമ്മയുടെ തലോടൽ കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ 2 ദിവസം വീട്ടിലിരുന്നാൽ മാറും എന്നൊന്നും പറയാൻ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറ്റില്ല. കാരണം മത്സര പരീക്ഷകളുടെ കാലമാണിത്. കുട്ടികൾക്ക് 2-3 ദിവസം പോയിട്ട് 2-3 മണിക്കൂർ പോലും പാഴാക്കി കളയാനില്ല. അവരുടെ പ്രശ്നം കൃത്യമായി പരിഹരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മാസമുറയ്ക്ക് വേദനയുണ്ട് എന്ന് പറഞ്ഞ് കുട്ടി പറഞ്ഞാൽ അമ്മ അത് തിരിച്ചറിഞ്ഞ് എത്രയും വേഗം ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക. വേണ്ട പരിശോധനകൾ, അത് അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ആയിരിക്കാം, ബ്ലഡ് ടെസ്റ്റുകളാവാം, ഇതെല്ലാം ചെയ്ത് പരിഹാരം നിർദ്ദേശിക്കാൻ ഡോക്ടറും കടപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു വ്യത്യാസമായി ഒട്ടും പ്രാധാന്യമില്ലാത്തതല്ല, വളരെ സുപ്രധാനമായ ഒന്നാണ് അമിതമായ രക്തസ്രാവം. അടുത്തടുത്ത് വരുന്ന മാസമുറകൾ, അമിതമായി രക്തസ്രാവം, ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇത് വിളർച്ചയിലേക്കായിരിക്കും കുട്ടികളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അമിതമായ രക്തസ്രാവം വന്നാൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ ചില കുട്ടികൾക്ക് ഒട്ടും
പോകുന്നില്ല ബ്ലഡ്, ഇതായിരിക്കാം കംപ്ലൈൻറ്റ്. അതും ചില എൻഡോക്രൈനോളജിക്കലായിട്ടുള്ള ചിലപ്പോൾ ഉള്ള അസുഖങ്ങൾ കൊണ്ടാവാം. അതും കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ടതുണ്ട്. ഇനി ചിലർക്കാണെങ്കിൽ ഒട്ടും തന്നെ മാസമുറ വരാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ഇതിനെ നമ്മൾ PCOD എന്നുള്ള വാക്കിലാണ് ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന അവസ്ഥ വളരെ കൂടുതലാണ് കൗമാരപ്രായക്കാരിൽ. അത് പറയുമ്പോൾ ഈ PCOS കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറി സ്കാനിൽ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കുട്ടിക്ക് ചികിത്സ വേണമെന്നില്ല. നമ്മൾ ശാസ്ത്രീയമായി പറയുന്നത് മാസമുറ തുടങ്ങി ഒരു 7-8 വർഷം കഴിഞ്ഞ് മാത്രമേ PCOD ട്രീറ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ എന്ന്. അൺലെസ് അവർക്ക് മറ്റു പ്രാധാന്യമുള്ള ബുദ്ധിമുട്ടുകളില്ല എങ്കിൽ, അമിതമായ രക്തസ്രാവം, നിൽക്കാതുള്ള രക്തസ്രാവം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോളിസിസ്റ്റിക് ഓവറീസും സ്കാനിങ്ങിൽ കണ്ടാൽ ചികിത്സ കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർക്ക് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ നിർദ്ദേശിച്ച് ഡയറ്റിംഗ്, പോഷക ഗുണങ്ങളുള്ള ഭക്ഷണം കഴിപ്പിക്കൽ, വ്യായാമ മുറകൾ ശീലിപ്പിക്കൽ, ഇതെല്ലാം ചെയ്താണ് പരിഹരിക്കേണ്ടത്. ചുരുക്കം പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തുടങ്ങി ചിലപ്പോൾ ശാരീരികമായിട്ടുള്ളതല്ലാതെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇപ്പോഴത്തെ കാലത്ത് വളരെ പ്രാധാന്യമുണ്ട്. അത് കൗമാരപ്രായക്കാരിലാണ് അതൊക്കെ തുടങ്ങുന്നത്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം, ചില സുഹൃത്ത് ബന്ധങ്ങൾ, അത് നല്ല ബന്ധങ്ങളാവാം മോശം ബന്ധങ്ങളാവാം, ഇതെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കാം കുട്ടികൾക്ക്. ഇതിലെല്ലാം ഒരു കൈത്താങ്ങായിട്ട് എല്ലാവരും തന്നെ, സമൂഹത്തിലുള്ള എല്ലാവരും തന്നെ നിൽക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആശുപത്രികളിലെ നഴ്സസ് വിഭാഗം, ഡോക്ടേഴ്സ്, സൈക്കോളജിക്കൽ വിഭാഗം, മറ്റെല്ലാവരും തന്നെ തുറന്ന മനസ്സോടുകൂടി കുട്ടികൾക്ക് മുമ്പിൽ നിൽക്കേണ്ടതാണ്. ലജ്ജ കൂടാതെ കുട്ടികൾക്ക് ആശുപത്രിയിൽ വന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ആവശ്യമായ പരിഹാരം നേടുന്നതിന് നമ്മൾ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതാണ്. ഇതുപോലുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക.